ശരിക്കും ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം മുഴുവനും നമ്മളെ കൊണ്ടുപോകുന്നത് ഈ വലിയ നിശബ്ദതയിലേക്കാണ്. കാരണം അർജുനന്റെ ഓരോ വാദങ്ങളും അവന്റെ സങ്കടങ്ങളും ആ തളർച്ചയും എല്ലാം കേട്ടിട്ടും കണ്ടിട്ടും ഭഗവാൻ കൃഷ്ണൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പരിപൂർണമായ നിശബ്ദത. അപ്പോ ആ നിശബ്ദതയിൽ കൃഷ്ണൻ എന്താണ് കണ്ടുകൊണ്ടിരുന്നത്? തന്റെ കൺമുന്നിൽ പ്രിയപ്പെട്ട അർജുനന്റെ സമ്പൂർണമായൊരു തകർച്ചയാണ്. നോക്കൂ, ദുഃഖം കൊണ്ട് ശരീരം കുഴഞ്ഞു പോകുന്നു, കണ്ണുകൾ നിറഞ്ഞു കവിയുന്നു. യുദ്ധം ചെയ്യരുത്, അത് പാപമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ന്യായങ്ങൾ നിരത്തുകയാണ്. അവസാനം ഒരു യോദ്ധാവിന്റെ ജീവനാണല്ലോ അവന്റെ വില്ല്, അല്ലേ? ആ ഗാണ്ഡീവം സാക്ഷാൽ അഗ്നിദേവൻ കൊടുത്തതാണ്. അതും താഴെ വെച്ച് രഥത്തിൽ തളർന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു യോദ്ധാവിന്റെ മരണം തന്നെയാണത്. അങ്ങനെ ആഴത്തിലുള്ള ആ നിശബ്ദതയ്ക്കും ആ തീവ്രമായ നിരാശയ്ക്കുമൊടുവിൽ 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ശബ്ദമുയരുകയാണ്. ശ്രീ ഭഗവാനുവാച. അതിന്റെ അർത്ഥം മഹത്വപൂർണനായ ഭഗവാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാസൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൃഷ്ണനുവാച എന്നല്ല, ശ്രീ ഭഗവാനുവാച എന്നാണ്. ശ്രീ ഭഗവാൻ എന്ന വാക്കിന് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഗീതയിൽ ആദ്യമായാണ് കൃഷ്ണനെ ഈ പേരിൽ അഭിസംബോധന ചെയ്യുന്നത്. ഇത് വെറും ഒരു പേരല്ല, ഇതൊരു പദവി മാറ്റമാണ്. അതായത് തേരാളിയും സുഹൃത്തുമായ കൃഷ്ണൻ മാറി ഇനി സംസാരിക്കുന്നത് സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ ഗുരുവാണ്. ആ ഒരു അധികാരത്തോടെയാണ് ഗീതയുടെ ഉപദേശം ആരംഭിക്കുന്നത് തന്നെ. അപ്പോ അർജുനന്റെ കാഴ്ചപ്പാടിൽ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തും തേരാളിയുമൊക്കെ ആയിരുന്നു കൃഷ്ണൻ. പക്ഷേ ഇപ്പോ സംസാരിക്കുന്നത് ആരാണ്? അത് ഗുരുവാണ്, പരമനായ ഭഗവാനാണ്, സത്യം വെളിപ്പെടുത്തുന്നവനാണ്. ഈ ഒരു മാറ്റം, അത് ആ സംഭാഷണത്തിന്റെ ഗൗരവം തന്നെ അപ്പാടെ മാറ്റിമറിക്കുകയാണ്. അപ്പോൾ ആ ദൈവികമായ അധികാരത്തോടെ ഭഗവാൻ എന്താണ് ചോദിക്കുന്നത്? അതൊരു ആശ്വാസവാക്കോ സമാധാനിപ്പിക്കലോ ഒന്നുമല്ല, മറിച്ച് ഒരു സർജന്റെ കത്തിമുന പോലെ മൂർച്ചയേറിയൊരു ചോദ്യമാണ്. അല്ലയോ അർജുന, ഈ ആപൽഘട്ടത്തിൽ ഈ ദുർബലത നിനക്കെവിടെ നിന്ന് വന്നു ചേർന്നു? ഈ ചോദ്യം അർജുനന്റെ ഹൃദയത്തിൽ നേരെ ചെന്ന് തുളച്ചു കയറുകയാണ്. അതെ, കൃത്യമായ പോയിന്റ് അതുതന്നെയാണ്. കൃഷ്ണൻ അർജുനനെ ആശ്വസിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് പ്രശ്നത്തിന്റെ മൂലകാരണം ഒരു ഡോക്ടറെ പോലെ, ഒരു സർജനെ പോലെ കീറി മുറിച്ച് കണ്ടെത്തുകയാണ്, ഒരു രോഗനിർണയം നടത്തുകയാണ്. കൃഷ്ണൻ ഇവിടെ അർജുനന്റെ അവസ്ഥയെ വിശേഷിപ്പിക്കാൻ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് കശ്മലം. ഇതിന് ദുർബലത, ഭീരുത്വം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരി ഒരുതരം അശുദ്ധി അല്ലെങ്കിൽ ഒരു മാലിന്യം എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പൊ അർജുനന്റെ വിചാരം എന്താ? തന്റെ ഈ ദുഃഖമൊക്കെ വലിയൊരു കാര്യമാണ്, താൻ വലിയൊരു കാരുണ്യവാനാണ് എന്നൊക്കെയാണ്. പക്ഷെ കൃഷ്ണന്റെ ഡയഗ്നോസിസ് അതല്ല. അദ്ദേഹം പറയുകയാണ്, ഇത് സഹാനുഭൂതിയല്ല, ഇത് എന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ വന്നു കയറിയ ഒരു മാലിന്യമാണ്. ഈ ചോദ്യം ചോദിക്കുന്ന സമയത്തിനും വലിയ പ്രാധാന്യമുണ്ടല്ലേ? കൃഷ്ണൻ പറയുന്നു, വിഷമേ, അതായത് ഈ വിഷമഘട്ടത്തിൽ. ഇതൊന്നും വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്ന ഒരു സങ്കടമല്ല. ഒരു യോദ്ധാവ് തന്റെ ധർമ്മം നിറവേറ്റേണ്ട ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിലാണ്, ഒരു ക്രൈസിസിന്റെ നടുവിലാണ് ഈ ബലഹീനത അവനെ പിടികൂടിയിരിക്കുന്നത്. ദുർബലനാകാൻ ഇതിലും മോശം ഒരു സമയം വേറെ വരാനില്ല. വെറുതെ ഒരു ചോദ്യം ചോദിച്ച് നിർത്തുകയല്ല കൃഷ്ണൻ ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെ അർജുനന്റെ ഈ ദുർബലതയെക്കുറിച്ച് 3 കടുത്ത മൂർച്ചയേറിയ വിധികൾ പ്രസ്താവിക്കുകയാണ്. തുടർന്ന് അർജുനന്റെ ഈ അവസ്ഥയെ 3ആയിട്ട് കേറി മുറിച്ച് അതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് കൃഷ്ണൻ പറയുന്നു. ഒന്നാമത്തേത് അനാര്യജുഷ്ടം, അതായത് ശ്രേഷ്ഠനായ ഒരു ആര്യന്, നിന്നെപ്പോലെ ഒരു യോദ്ധാവിന് ഇത് ചേർന്നതല്ല, ഇത് നിന്റെ കുലത്തിന് തന്നെ അപമാനമാണ്. രണ്ടാമത്തേത് അസ്വർഗ്യം, ഒരു ക്ഷത്രിയൻ ധർമ്മയുദ്ധം ചെയ്താൽ അവന് സ്വർഗം ലഭിക്കുമെന്നാണ് വിശ്വാസം. നിന്റെ ഈ ഭീരത്വം സ്വർഗത്തിലേക്കുള്ള വഴി അടച്ചുകളയും. ഇനി മൂന്നാമത്തേത് അകീർത്തികരം, ഇത് നിന്റെ സൽപേരിനെ കളങ്കം ചാർത്തും, ലോകം നിന്നെ ഒരു ഭീരുവായി മുദ്രകുത്തും. അപ്പോ സാമൂഹികമായും ആത്മീയമായും വ്യക്തിപരമായും ഇത് നിന്റെ നാശമാണെന്ന് കൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ബലഹീനത നിന്ദ്യമാണ്. അത് സ്വർഗത്തിലേക്കുള്ള വഴി അടയ്ക്കുന്നു, അത് നിനക്ക് അപമാനം വരുത്തിവെക്കുന്നു. ഇതിലും ശക്തമായി ഒരു വിമർശനം ഒരു പക്ഷേ ഉണ്ടാകാനില്ല. ഇവിടെയാണ് ഗീതയുടെ ഏറ്റവും വലിയ ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടുന്നത്. കൃഷ്ണൻ പ്രശ്നത്തെ പുനർനിർവചിക്കുകയാണ്. ഈ ബലഹീനത നീയല്ല, അത് നിന്റെ മേൽ വന്നു ചേർന്ന ഒന്നാണ്. ഒരു അസുഖം പോലെ, ഒരു വൈറസ് പോലെ, പുറത്തുനിന്ന് വന്ന ഒരു അതിഥി. നമ്മുടെ ജീവിതത്തിലെ പല ബലഹീനതകളും ഇങ്ങനെ പുറത്തുനിന്ന് വരുന്നതാണെന്ന് തിരിച്ചറിയുന്നതാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. എല്ലാത്തിനും ഒടുവിൽ കൃഷ്ണൻ
അവനെ പേരെടുത്ത് വിളിക്കുന്നു. അർജുന, അത് വെറുമൊരു വിളിയല്ല, നീ ആരാണെന്ന് ഓർമ്മിപ്പിക്കലാണ്. നീ ഒരു യോദ്ധാവാണ്, നീ ഒരു വീരനാണ്. അതൊരിക്കലും മറന്നു പോകരുത് എന്ന ശക്തമായൊരു ഓർമ്മപ്പെടുത്തൽ. അപ്പൊ ഈ ഒരു ഒറ്റ ശ്ലോകം നമ്മളോട് എന്താണ് പറയുന്നത്? ഒന്ന്, യഥാർത്ഥ സ്നേഹത്തിനും കരുതലിനും ചിലപ്പോൾ കടുത്ത വാക്കുകൾ ആവശ്യമായി വരും. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്തുന്ന ബലഹീനതകൾ അത് നമ്മളല്ല, അത് പുറത്തുനിന്ന് വന്നൊരു ശക്തി മാത്രമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുറത്തുനിന്ന് വന്ന ഒന്നിനെ നമുക്ക് പുറത്താക്കാനും കഴിയും. കാരണം ബലഹീനതയുടെ പാത നമ്മെ ഒരിടത്തും എത്തിക്കില്ല, നാശത്തിലേക്കല്ലാതെ. അതുകൊണ്ട് ഭഗവാന്റെ ആ ചോദ്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ആ ബലഹീനത അതെവിടെ നിന്നാണ് വരുന്നത്? അത് യഥാർത്ഥത്തിൽ നിങ്ങളാണോ, അതോ നിങ്ങളുടെ മേൽ വന്നു ചേർന്ന ഒരു കശ്മലം മാത്രമാണോ? ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.